ഫുട്ബോൾ മൈതാനത്തിന് പുറത്തുനിന്ന് ഒരു വലിയ രാഷ്ട്രീയ ശബ്ദം. ജിയാനി ഇൻഫാന്റിനോയെ ഫിഫ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അത് വലിയ തെറ്റായിരിക്കും. ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോക ഫുട്ബോളിന്റെ ഭരണ സംവിധാനമായ ഫിഫയിൽ ഇൻഫാന്റിനോയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് ട്രംപ് പരസ്യമായി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഇൻഫാന്റിനെ മാറ്റണമെന്ന് ഫുട്ബോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആവശ്യമുയരുന്നത്? അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലേ ട്രംപിന്റെ ഇടപെടലിന്റെ പ്രാധാന്യം മനസ്സിലാകൂ. ജിയാനി ഇൻഫാന്റിനോ 2016 മുതൽ ഫിഫയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫിഫയുടെ വാണിജ്യ വരുമാനം വലിയ തോതിൽ ഉയർന്നു. 2026 ലോകകപ്പും വലിയ സാമ്പത്തിക വിജയമായി മാറി. ഇതാണ് ട്രംപിന്റെ പ്രധാന വാദം. ട്രംപ് പറയുന്നത് ഇൻഫാന്റിനോയാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് ഫിഫയെ നയിച്ചതെന്നും അദ്ദേഹത്തെ മാറ്റിയാൽ ഫിഫയ്ക്ക് ഇതുപോലെ വിജയകരവും ലാഭകരവുമായ ലോകകപ്പ് നടത്താൻ കഴിയില്ല എന്നുമാണ്. ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലാണ് ട്രംപ് ഇൻഫാന്റിനോയെ പിന്തുണച്ചത്. അദ്ദേഹത്തെ മാറ്റുന്നതിനെക്കുറിച്ച് ഫിഫ ചിന്തിച്ചാൽ പോലും അത് ടെറിബിൾ മിസ്റ്റേക്ക് ആയിരിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പക്ഷേ ഇവിടെ നിന്നാണ് യഥാർത്ഥ വിവാദം തുടങ്ങുന്നത്. ഇൻഫാന്റിനോയ്ക്കെതിരെ വിമർശനം ഉയരാൻ കാരണം ഒരു ചെറിയ ഭരണപരമായ തീരുമാനം മാത്രമല്ല. ലോകകപ്പിലെ വാണിജ്യ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു വൻ പദ്ധതിയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കേന്ദ്രം. ഫിഫ ലോകകപ്പിലും ക്ലബ് ലോകകപ്പിലും നിക്ഷേപകർക്ക് ഓഹരി വിൽക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു. ഈ നിർദ്ദേശത്തിനായി രൂപീകരിക്കുന്ന ഒരു സബ്സിഡിയറി കമ്പനിക്ക് ഏകദേശം $20 ബില്യൺ മൂല്യം കണക്കാക്കിയിരുന്നതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഈ പദ്ധതി പുറത്തു വന്നതോടെ ഫുട്ബോൾ ലോകത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രധാന പ്രശ്നം എന്തായിരുന്നു? ലോകകപ്പ് വിൽപ്പനയ്ക്കുള്ള ഒരു സാധനമാണോ? ഫുട്ബോൾ ലോകത്തെ വിവിധ ഭരണ സംവിധാനങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തു. യൂറോപ്പിലെ ഫുട്ബോൾ നിയന്ത്രിക്കുന്ന യുഎഫ, ഏഷ്യയിലെ AFC, വടക്കൻ മധ്യ അമേരിക്കൻ മേഖലകളിലെ കോൺകാഫ്, ഈ 3 പ്രധാന കോൺഫെഡറേഷനുകളും ഇൻഫാന്റിനോയുടെ പദ്ധതിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു. പിന്നീട് പദ്ധതി പിൻവലിച്ചെങ്കിലും വിവാദം അവസാനിച്ചില്ല. മറിച്ച് ഇൻഫാന്റിനോയുടെ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. യുഎഫ, AFC, കോൺകാഫ് എന്നിവയുടെ നേതാക്കൾ ഫിഫയുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം ഉന്നയിച്ചു. അവരുടെ ആരോപണം വളരെ ഗുരുതരമായിരുന്നു. ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ലംഘനമാണെന്ന് അവർ പറഞ്ഞു. ഒരു വ്യക്തി തന്നെ അധികാരമേൽപ്പിച്ചിരിക്കുന്ന കൂട്ടായ സംവിധാനത്തിന് മുകളിലേക്ക് സ്വയം ഉയർത്തിപ്പിടിച്ചാൽ ആ ഉത്തരവാദിത്തം ഉപേക്ഷിച്ചതിന് തുല്യമാണെന്നായിരുന്നു അവരുടെ നിലപാട്. അതായത് പ്രശ്നം ഒരു ബിസിനസ് പ്രപ്പോസലിൽ മാത്രം ഒതുങ്ങില്ല. ഫിഫയെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ചുള്ള വലിയ അധികാര പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വശത്ത് ഇൻഫാന്റിനോ, മറുവശത്ത് ലോക ഫുട്ബോളിലെ ശക്തമായ കോൺഫെഡറേഷനുകൾ. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നത്. ഇൻഫാന്റിനോയുമായി ട്രംപിന് അടുത്ത ബന്ധമുണ്ടെന്ന് പുതിയ കാര്യമല്ല. 2026 ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം പലതവണ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പുതിയ പ്രസ്താവന കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഇൻഫാന്റിനോയുടെ സ്വകാര്യ നിക്ഷേപ പദ്ധതി സംബന്ധിച്ച് അമേരിക്കൻ ഭരണകൂടത്തിന് നേരത്തെ അറിയാമായിരുന്നോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ട്രംപിന്റെ മരുമകന്റെ സഹോദരൻ ജോഷുവ കുഷ്നറുമായി ബന്ധപ്പെട്ട ട്രൈവ് ക്യാപിറ്റൽ എന്ന സ്ഥാപനം നിർദ്ദേശിച്ച നിക്ഷേപ സംഘത്തെ നയിക്കാനിരുന്നതായി റിപ്പോർട്ടുകളുണ്ടെന്നാണ്. അതേസമയം ആ പദ്ധതിയെക്കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിവില്ലായിരുന്നുവെന്ന് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. ഇതോടെ ചോദ്യം കൂടുതൽ സങ്കീർണമാകുന്നു. ഇത് ഫുട്ബോളിന്റെ കാര്യമാണോ അതോ ഫുട്ബോളിലെ വലിയ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ കാര്യമാണോ? ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം. ട്രംപ് ഇൻഫാന്റിനോയെ പിന്തുണച്ചതുകൊണ്ട് ഇൻഫാന്റിനോയ്ക്കെതിരെ ആരോപണങ്ങൾ തെളിയുന്നു എന്നല്ല. അതുപോലെ തന്നെ ഇൻഫാന്റിനോയെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ തെറ്റാണെന്നും പറയാനാവില്ല. ഇപ്പോൾ നടക്കുന്നത് ഒരു ഭരണപരവും രാഷ്ട്രീയവുമായ പോരാട്ടമാണ്. അതിന്റെ കേന്ദ്രത്തിൽ ഒരു വലിയ ചോദ്യം മാത്രമാണ്: ഫിഫയുടെ ഭാവി എങ്ങനെ തീരുമാനിക്കണം?